Hi students, welcome to LN Thing. നമ്മൾ പാർട്ട് 4 ആണെന്ന് റിവിഷൻ ചെയ്യുന്നത് ട്രിഗ്നോമെട്രി ത്രികോണമിതി. ഒന്നാമത്തെ ചോദ്യം, എ ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് എ ടെലിഫോൺ ടവർ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 80 degree. Stepping 20 meter back, he sees it an elevation of 40 degree. Draw a rough figure. ഫിഗർ മാത്രം വരയ്ക്കുന്നതിന് ഒരു മാർക്കുണ്ട്. വാട്ട്സ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ? ടവറിന്റെ ഉയരം എത്ര? അതായത് ഒരു കുട്ടി ഒരു ടെലിഫോൺ ടവറിന്റെ മുകളറ്റ മേൽക്കോണിൽ നോക്കുമ്പോൾ മേൽക്കോണാണല്ലോ, മേൽക്കോണിൽ 80 ഡിഗ്രി കാണുന്നു. പിന്നെ പുറകിലോട്ട് 20 മീറ്റർ പുറകിലോട്ട് പോയപ്പോൾ അത് 40 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക, ടവറിന്റെ ഉയരം കണ്ടുപിടിക്കുക. നമുക്ക് തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ആദ്യം ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഓക്കെ, ടവർ, തറ, ആദ്യം എത്ര 80 ഡിഗ്രി, പിന്നെ 20 മീറ്റർ ബാക്കിലോട്ട് പോയപ്പോൾ 20 മീറ്റർ ബാക്കിലോട്ട് പോയപ്പോൾ ഇത് എത്ര 40 ഡിഗ്രി. അപ്പം ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ഫിഗർ വരച്ചു. ഇനി ഫിഗറിന് അടയാളമൊക്കെ കൊടുക്കാം. എ ബി സി ഡി. ഇവിടെ എത്ര 90 ആയിരിക്കും അല്ലേ? ഇവിടെ 80 ആകുമ്പോൾ ഇവിടെ എത്ര, ഈ ആംഗിൾ എത്ര വരും? എത്ര വരും? 100 വരും അല്ലേ? അപ്പോൾ ഇത് എത്രയായിരിക്കും? 100ഉം 40, 140, ഇത് 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 40 ആകുമ്പോൾ അതാ ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ഡി സി ഈക്വൽസ് എ സി ഈക്വൽസ് 20 എന്തായിട്ട് വരും? ഐസോസെലസ് ആയിട്ട് വരും. ഐസോസെലസ് ട്രയാങ്കിൾ ആയിട്ട് വരും. രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഓൾസോ ഈക്വൽ. അപ്പോൾ ഇനി നോക്കിക്കേ, ഇത്രയും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ഓഫ് ദ ടവർ, എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ആംഗിൾ എത്രയായിരിക്കും? 80ഉം 90ഉം കഴിഞ്ഞാൽ ഇവിടെ എത്ര 10 ആയിരിക്കും അല്ലേ? പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല. ചോദ്യ പേപ്പറിൽ sin 40, cos 40, tan 40 ഞാനിവിടെ എഴുതിയില്ലെന്നേ ഉള്ളൂ. sin 80, cos 80, tan 80 ഇതിൻ്റെയൊക്കെ വില തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ മാത്രം എടുത്താലും കിട്ടത്തില്ലേ? നോക്കിക്കേ, കിട്ടുമോ? നമുക്ക് എന്താ വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ട്രയാങ്കിൾ എ ബി സിയിൽ ഹൈറ്റ് കണ്ടുപിടിക്കണം. എ ബിയുടെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിക്കേ, എ സി ഉണ്ടല്ലോ. എ സി എത്ര? 20. ഇത് എന്താണ്? 80ന്റെ ഓപ്പോസിറ്റ് സൈഡ്. എ സി എന്താണ്? ഹൈപ്പോട്ടനൂസ്. അപ്പോൾ sin 80 എടുത്താൽ പോരെ. ഇൻ ട്രയാങ്കിൾ എ ബി സി sin 80 ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് എ സി. എ ബി ബൈ എ സി എത്രയും തന്നിട്ടുണ്ട്? 20 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ 20 ആണ്, ഇവിടെയും 20. ഇനി sin 80യുടെ വാല്യൂ 0.98 ഈക്വൽസ് എ ബി ബൈ 20. ഇപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എ ബിയുടെ വില കിട്ടത്തില്ലേ? കിട്ടും. therefore എ ബി ഈക്വൽസ് ക്രോസ് മൾട്ടിപ്ലൈ 20 ഇൻറ്റു 0.98. അപ്പോൾ എത്ര വരും? 16, 19.6 സെൻറ്റിമീറ്റർ ആണോ മീറ്റർ? അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ് 19.6 മീറ്റർ. രണ്ടാമത്തെ ചോദ്യം എഴുതിയിട്ടുണ്ട്. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ ബി ഈക്വൽസ് 90 ഡിഗ്രി, എ ബി ഈക്വൽസ് 3 സെൻറ്റിമീറ്റർ, കോസ് എ ഈക്വൽസ് 3/5. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് എ സി? ഫൈൻഡ് സൈൻ എ. അതായത് ത്രികോണ എ ബി സിയിൽ കോൺ ബി 90, എ ബി 3 സെൻറ്റിമീറ്റർ, കോസ് എ സമം 3/5 ആയാൽ എ സിയുടെ നീളം എന്താണ്? സൈനെ കണക്കാക്കുക. അപ്പോൾ തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് നമ്മൾ ചിത്രം വരച്ചിട്ടിട്ടുണ്ട്. നോക്കിക്കേ, ബി 90, എ ബി 3, പിന്നെ കോസ് ആണോ? എന്താണ് കോസ് എന്ന് പറഞ്ഞാൽ? എയുടെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. അപ്പോൾ ഈ 5 എന്തായിട്ട് വരും? ഹൈപ്പോട്ടനൂസ് ആയിട്ട് വരും അല്ലേ? ഇനി വാട്ട്സ് ദ ലെങ്ത് ഓഫ് എ സി? എ സി അല്ലേ നമുക്ക് കിട്ടിയത്? എ സി എത്ര? സൈൻ അല്ലല്ലോ, കോസ് എ ഈക്വൽസ് 3/5 എന്ന് പറയുന്നത് ഏതൊക്കെ സൈഡാണ്?
അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എ സി. അപ്പോൾ എത്ര എ സി എത്ര 5 കിട്ടിയില്ലേ? ഈ രണ്ടാമത് സൈനെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആദ്യത്തെ ആൻസർ. രണ്ടാമത് സൈനെ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഇവിടെ നോക്കിക്കേ 3 5 ഉണ്ടല്ലേ? അപ്പം ഈ ബി സി കണ്ടുപിടിച്ചൂടെ? 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എത്ര? 25 മൈനസ് 9 16 റൂട്ട് ഓഫ് 16 ഇവിടെ എത്ര? 4 വരും. ഇത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. 3 4 5 വരികയാണെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. അപ്പം സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പം നമുക്ക് എത്ര കിട്ടി? 4/5 എന്ന ആൻസർ കിട്ടി. മൂന്നാമത്തെ ചോദ്യം, എ പേഴ്സൺ സ്റ്റാൻഡിങ് 80 മീറ്റർ അവേ ഫ്രം ദ ടവർ sees the top of the tower at an elevation of 45 degree and a person standing in the opposite direction sees the top of the tower at an elevation of 50 degree. Draw a rough figure. What is the height of the tower? What is the distance between the persons? അപ്പോൾ ഇത് മലയാളത്തിൽ നമുക്ക് ഇതെങ്ങനെയാ പറയാം? ഒരു ടവറിൻ്റെ ചുവട്ടിൽ നിന്നും 80 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാൾ ടവറിൻ്റെ മുകളറ്റം 45 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. എതിർ ദിശയിൽ നിൽക്കുന്ന മറ്റൊരാൾ ടവറിൻ്റെ മുകളറ്റം 50 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ടവറും ആളുകളും ഒരേ വരിയിലാണ്. ഏകദേശ ചിത്രം വരയ്ക്കുക. ടവറിൻ്റെ ഉയരം എത്ര? ആളുകൾ തമ്മിലുള്ള അകലം എത്ര? അപ്പോൾ തന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് ഒരു ചിത്രം വരയ്ക്കാം. ചിത്രത്തിന് തന്നെ 1 മാർക്കുണ്ട്. ഓക്കെ, ചിത്രം വരയ്ക്കാം. ടവർ ഇപ്പോൾ സ്റ്റാൻഡിങ് 80 മീറ്റർ അവേ 80 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാൾ സീസ് ദ ടോപ്പ് ഓഫ് ദ ടവർ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 45 ഡിഗ്രി 45 ഡിഗ്രി. പിന്നെ ഓപ്പോസിറ്റ് സൈഡ് ഇതാ ഇവിടെ വരും. ഇയാൾ എത്ര ഡിഗ്രിക്ക്? 50 ഡിഗ്രി. ഇവിടെ 50. ഇതാണ് നമ്മുടെ ചിത്രം. ഇതിന് പേരൊക്കെ കൊടുക്കാം. ABCD. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ? AC കണ്ടുപിടിക്കണം. പിന്നെ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പേഴ്സൺസ്, അതായത് DB കണ്ടുപിടിക്കണം. ഇപ്പോൾ BC നമുക്കറിയാം, പിന്നെ DC കൂടെ കണ്ടുപിടിച്ചാൽ മതിയാവും അല്ലേ? അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കാം. ആദ്യത്തെ ത്രികോണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് AC കിട്ടത്തില്ലേ? നോക്കിക്കേ, ഇൻ ട്രയാങ്കിൾ ABC. അപ്പോൾ ഞാൻ ഈ ചോദ്യം അങ്ങ് വായിക്കാം. ചോദ്യം വായിച്ചിട്ട് കൃത്യമായിട്ട് വരച്ച് എഴുതി കാണിച്ചു. ഇൻ ട്രയാങ്കിൾ ABC, ഇൻ ട്രയാങ്കിൾ ABC നമുക്ക് AC കിട്ടണമെങ്കിൽ ഇത് ഇവിടെ 45 ഡിഗ്രി വന്നിട്ടുണ്ട്. ഇവിടുത്തെ സൈഡും അറിയാം. അപ്പോൾ ഏത് മെഷറാണ് എടുക്കേണ്ടത്? ഇതെന്താണ്? ബിയുടെ അഡ്ജസൻറ്റ് സൈഡ്. ഇതെന്താണ്? ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും വരുന്ന റേഷ്യോ ഏതാണ്? ടാൻ റേഷ്യോ അല്ലേ? ടാൻ 45 ഡിഗ്രി ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ 45 1 അല്ലേ? ഈക്വൽസ് AC ബൈ BC എത്ര? 80. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് AC എത്ര തന്നെ കിട്ടും? 80 തന്നെ കിട്ടും. തന്നിരിക്കുന്ന മെഷർ മീറ്ററിലാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ ത്രികോണം എടുത്തേ. അപ്പോൾ നമുക്ക് AC നമുക്ക് കിട്ടി. ഹൈറ്റ് ഓഫ് ദ ടവർ കിട്ടി. ഹൈറ്റ് ഓഫ് ദ ടവർ ഈക്വൽസ് 80 മീറ്റർ. അപ്പം ഇത് രണ്ടാമത്തെ ആൻസറാണ്. ഇനി മൂന്നാമത്തെ ആൻസർ കണ്ടുപിടിക്കാൻ അടുത്ത ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ ADC ഇവിടെ നോക്കിക്കേ, ഇതിപ്പോൾ നമുക്ക് അറിയത്തില്ലേ? അറിയാം. അപ്പം ഈ സൈഡും പിന്നെ ഏതാണ് നമുക്ക് അറിയാനുള്ളത്? ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? DC കണ്ടുപിടിക്കണം അല്ലേ? അപ്പം ഈ സൈഡും ഈ DCയും വെച്ച് വരുന്ന റേഷ്യോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അവിടെയും ടാൻ തന്നെയാണ് എടുക്കേണ്ടത്. ടാൻ 50 ഈക്വൽസ് AC ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ AC നമുക്കിപ്പോൾ കിട്ടി 80 ബൈ DC. ടാൻ 50യുടെ വാല്യൂ എത്രയാണ്? ടാൻ 50യുടെ വാല്യൂ 1.19. 1.19 ഈക്വൽസ് 80 ബൈ DC.
അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ഡി സി എങ്ങനെ കണ്ടുപിടിക്കും? ഡി സി ഈക്വൽസ് 80 ഡിവൈഡഡ് ബൈ 1.19. 2 0 1 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 8000 ബൈ 119. ഇതിൻ്റെ ആൻസർ എത്രയാണ് എന്ന് പറഞ്ഞേ. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുന്ന? 67.22. നോട്ട് ചെയ്താൽ 67.22 മീറ്റർ. ഏതാ കിട്ടിയത്? ഡി സി നമുക്ക് കിട്ടി. ഇനി ഈ 80 കൂടെ ആഡ് ചെയ്താൽ ഡി ബി കിട്ടത്തില്ലേ? കിട്ടും. നമുക്ക് ഞാനിവിടെ എഴുതാം. ഡി ബി ഈക്വൽസ് ഡി സി പ്ലസ് സി ബി. ഡി സി എത്ര കിട്ടി? 67.22 പ്ലസ് 80 എത്ര കിട്ടും? 0.22 7 8 6 14 അല്ലേ? 147.22 meter. But the meter distance between the two persons equals 147.22 meter. Okay.